പഴയ ബ്ലാസ്റ്റേഴ്സൊക്കെ പോയി. ഇപ്പോൾ നല്ല ഒന്നാം തരം വിന്നിങ് ആറ്റിറ്റ്യൂഡുള്ള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരെയും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഏത് ടീമിനെതിരെയും കളിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷ്ണു ആയാലും ശരി, നമ്മുടെ ദിമിത്രിയോസ് ആണെന്നുണ്ടെങ്കിലും ശരി, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഇച്ചിരി എനർജി കൂടുതലായിരിക്കില്ലേ? ആയിരിക്കും. ടെക്നിക്കലി സ്പീക്കിംഗ് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഈസ്റ്റ് ബംഗാളിനെ പേടിക്കുക തന്നെ വേണം. യെസ്, അപ്പോൾ സ്പോർട്സ് റിവ്യൂ ആണ് ഗൈസ്. ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പോർട്സ് റിവ്യൂ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക, അല്ലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. ആൻഡ് പ്ലസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓൾ ആർ വെൽക്കം ഗൈസ്. വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ സ്പോർട്സ് റിവ്യൂ അല്ലെങ്കിൽ മാച്ച് പ്രിവ്യൂ ആണ്. നമ്മൾ ഈസ്റ്റ് ബംഗാൾ എഫ്സിയുമായിട്ടുള്ള മത്സരം നടക്കാനായിട്ട് പോവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ആ ഒരു മത്സരത്തിന് എങ്ങനെ ആയിരിക്കും എന്നുള്ള എൻ്റെ ഒരു പ്രൊഡിക്ഷനൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് പ്ലസ് ഒരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്, എനിക്ക് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒരു 5K ഫാമിലിയിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സഹായിച്ചാലേ പറ്റുള്ളൂ. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, ഒരുപാട് വലിച്ചു നീട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിതാപകരം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് പല ടീമുകളെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ടേബിളിൽ 11ാം സ്ഥാനത്ത് 16 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റും വാങ്ങിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നഷ്ടപ്പെടാനോ ഇനി ഒന്നും കിട്ടാനോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാണിക്കാം എന്നുള്ളത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളൂ. ഇനിയിപ്പോഴുള്ള എത്രയൊക്കെ മത്സരങ്ങൾ ജയിച്ചാലും അവർക്ക് കയറി വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. സോ അതുകൊണ്ട് തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ പേടിക്കണമെന്ന് പറയുന്നത് പോലെ ഈസ്റ്റ് ബംഗാൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. സോ അതുകൊണ്ട് തന്നെ അവരെ പേടിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടീമുകളുടെയും മത്സരങ്ങൾ എടുത്തു നോക്കാം. 4 മത്സരങ്ങൾ. അപ്പോൾ ആ 4 മത്സരങ്ങളിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 മത്സരങ്ങളും അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് അതിൽ അവസാന 3 മത്സരങ്ങളും അവർ തോറ്റു. ഒന്ന് മുംബൈ സിറ്റിക്കെതിരെയായിരുന്നു, മോഹൻ ബഗാനെതിരെയും ഗോവയ്ക്കെതിരെയും അവർ തോൽവി വഴങ്ങി എന്നുള്ളതാണ്. ചെറിയ മാർജിനാണെന്നുണ്ടെങ്കിൽ പോലും തോൽവി തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോയിന്റുകൾ കിട്ടാതെയും പോയിരിക്കുന്നത്. എന്നാൽ നേരെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് നമുക്ക് ഭയങ്കര പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോൽവി 2 വിജയം ആൻഡ് പ്ലസ് 1 സമനില എന്നുള്ളതാണ്. അതും സമനിലയ്ക്ക് രണ്ട് കളികളിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് വാസ് ലൈക്ക് വെരി നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ടീമിനെ കുറിച്ചൊന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറിലാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഈ പ്ലേയേഴ്സ്, അതായത് ഈസ്റ്റ് ബംഗാളിലുള്ള ഇപ്പോൾ നിലവിലെ പല പ്ലേയേഴ്സിൻ്റെയും പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കേണ്ട ഒരു ടീമേ അല്ല. കാരണം അവർക്ക് ഫോർവേഡിലാവട്ടെ, ഡിഫൻസിലാവട്ടെ, മിഡ്ഫീൽഡിലാവട്ടെ എന്തുകൊണ്ടും നല്ല കിടിലനായിട്ടുള്ള ഒരു ടീം തന്നെ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അല്ലെങ്കിൽ എന്താണ് അവർക്ക് പറ്റിയെന്നറിയില്ല, അവർക്കൊരു കോർഡിനേഷൻ കളിയിൽ അവർക്കതൊന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോററായിട്ടുള്ള നമ്മുടെ സ്വന്തം ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് അവർക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ കളിക്കുമ്പോൾ, അതിപ്പോൾ പൊതുവേ അങ്ങനെയാണല്ലോ, ഏത് ടീമും ഏത് പ്ലെയറും നമുക്കെതിരെ കളിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ പുള്ളി മിക്കവാറും നല്ല അടിപൊളിയായിട്ട് കളിക്കാനും ഒന്ന് ഗോൾ അടിക്കാനും ഉള്ള ചാൻസസ് ഞാനിങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 കേരള ബ്ലാസ്റ്റേഴ്സ് മാഞ്ഞു പോയിരിക്കുന്നു. 25 അല്ലെങ്കിൽ TG പുരുഷോത്തമൻ്റെയും അതുപോലെ തന്നെ തോമാച്ചൻ്റെയും അണ്ടറിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ലൈക്ക് വേറെ ടീമാണ് ബ്രോ, വേറെ മൂഡാണെന്ന് പറയില്ലേ, അതാണ് നമ്മുടെ അവസ്ഥ. കാര്യം ഒരു 2024 വരേക്കുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് ചുമ്മാ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു വിന്നിങ് സ്പിരിറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പ്ലെയേഴ്സിനെയാണ് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റിയത്. പക്ഷെ എന്നാൽ ഇങ്ങോട്ട്, അതായത് ഇവർ കോച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിലെ ഓരോ പ്ലെയേഴ്സിനും അത് ബെഞ്ചിൽ
ബെഞ്ചിലിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പോലും ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡും മെൻറ്റാലിറ്റിയിൽ ഭയങ്കര ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാവുന്ന, അതേപോലെ പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കാവുന്ന ഒരു മത്സരം തന്നെയായിരിക്കും. എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ടോപ്പ് 6 കടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾ, അതായത് ഓൾറെഡി ഒരിച്ചിരി വീക്കായിട്ടുള്ള ടീമുകളെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു ഡൗട്ടല്ല, തോൽപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് തോൽപ്പിച്ച് കയറുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയമാണ്. അത് ചിലപ്പോൾ ഒരു ഗോളിനാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ജയം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീസയും നമ്മളും തമ്മിൽ ഇപ്പം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 പോയിന്റിലേക്ക് നമ്മളും കയറും. പക്ഷേ നമ്മുടെ ഈ ഗോൾ ഡിഫറൻസിൽ അവർക്കാണ് പിന്നെയും മുൻതൂക്കം നിൽക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ പിന്നീട് ചിലപ്പോൾ നമ്മളെ ബാധിക്കുമോ എന്നുള്ളതെല്ലാം നമ്മളിനി കണ്ടറിയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം സ്ഥാനത്തുള്ള ഒഡീസ FC 24 പോയിന്റ് ഉണ്ട് 17 മത്സരങ്ങളിൽ നിന്ന്. 7ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിക്ക് 16 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റ് ഉണ്ട്. നമ്മൾ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന നമുക്കാണെന്നുണ്ടെങ്കിൽ 17 മത്സരത്തിൽ നിന്ന് 21 പോയിന്റുമാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് 5th, 6th, 7th, 8th ഒക്കെ ഒരിച്ചിരി ടഫായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും കൂടെയാണ്. സോ അപ്പോൾ എല്ലാ ടീമുകളും ജയിച്ച് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ഒട്ടും പുറകിലേക്ക് പോവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും പുറകിലേക്ക് പോവുക എന്ന് പറയുന്ന സാധനത്തെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത് എന്നുള്ളതും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും റിസൾട്ട്സ് എന്നൊക്കെ ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാനോ അല്ലെങ്കിൽ പലരുടെയും റിവ്യൂ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുമ്മാ ഇരുന്നുള്ള പറച്ചിലാണ്. എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, പറയാൻ എളുപ്പമാണ് ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ അത് തന്നെ, പറയാൻ ഇതെല്ലാം എളുപ്പമാണ്, പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ആ സിറ്റുവേഷൻ, ആ സമയത്തുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം, പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാനും വിഷ് ചെയ്യുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കട്ടെ, കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 5K ഫാമിലിക്ക് എത്താൻ വലിയ ദൂരമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഗൈസ്. ചിൽ കുപ്പിച്ചിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.